Hi friends, welcome to my channel Civil Tech. നമ്മൾ ഇന്ന് നോക്കുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും ആണ്. സോ ഇത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. First question is scalene triangle is a triangle. Option A with unequal length for 3 sides. Option B equal length for 2 sides and third sides of different length. Option C with equal length for 3 sides. Option D none of the above. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് സ്കാലിയൻ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾസ് നമുക്കറിയാം. ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ 3 സൈഡുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ ഫിഗേഴ്സിനെയാണ് നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറയാം. നമ്മളിവിടെ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് ആണ്. 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈഡ്സ്, അതിന്റെ സൈഡ്സ് അനുസരിച്ച് 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ്. ഇഫ് ഓൾ ദ 3 സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്, ദ ട്രയാങ്കിൾ ഈസ് കോൾഡ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയും. ഓക്കെ, അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഐസോസ്ലെസ് ട്രയാങ്കിൾസ്. ഈക്വൽ ലെങ്ത് ഫോർ 2 sides and third sides of different length. ഓക്കെ, എന്തായിരിക്കും? 2 ലെങ്ത്, ഒരു ട്രയാങ്കിളിന്റെ 2 ലെങ്ത് ഈക്വൽ ആയിരിക്കും ആൻഡ് തേർഡ് സൈഡ് ഡിഫറെന്റ് ലെങ്ത് ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾസ് എന്ന് പറയാം. ആൻഡ് തേർഡ് വരുന്നത് സ്കാലിയൻ ട്രയാങ്കിൾ. സ്കാലിയൻ ട്രയാങ്കിൾസ് ഇൻ വിച്ച് all sides are different in length is called scalene triangles. ഓക്കെ, അപ്പൊ എന്താണ്? 3 സൈഡ് ഓഫ് ട്രയാങ്കിൾസും എന്തായിരിക്കും? അൺഈക്വൽ ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഇൻ ലെങ്ത് ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കാലിയൻ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദെയർ ആംഗിൾസ്. ആംഗിൾ അനുസരിച്ച് 3 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾസ് ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾസ്. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ, ദ ട്രയാങ്കിൾ ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഇഫ് ഓൾ ദ 3 സൈഡ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ അക്യൂട്ട്, ദ ട്രയാങ്കിൾ ഈസ് കോൾഡ് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾസ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയാം. അപ്പം അക്യൂട്ട് ആംഗിൾ ഒന്ന് ഓർത്ത് വെക്കുക. ലെസ് ദാൻ 90 ഡിഗ്രി ആണ് നമ്മുടെ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയാം. 90 ഡിഗ്രിനേക്കാൾ കുറവുള്ള ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഒബ്റ്റ്യൂസ്, ദ ട്രയാങ്കിൾ ഈസ് കോൾഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാൾ കൂടുതലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയാം. അപ്പം ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ 90 ഡിഗ്രിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയാം. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ലെസ് ദാൻ 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഈ സ്കാലിയൻ ട്രയാങ്കിൾ ഈസ് എ ട്രയാങ്കിൾ. സ്കാലിയൻ ട്രയാങ്കിൾ ഞാൻ പറഞ്ഞു എന്താണ്? അൺഈക്വൽ ലെങ്ത് ഫോർ 3 സൈഡുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കാലിയൻ ട്രയാങ്കിൾസ് എന്ന് പറയാം. അപ്പം ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വിത്ത് അൺഈക്വൽ ലെങ്ത് ഫോർ 3 സൈഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ഈസ് എൻ ആംഗിൾ. ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, ഓപ്ഷൻ ബി ലെസ് ദാൻ 180 ഡിഗ്രി, ഓപ്ഷൻ സി ലെസ് ദാൻ 90 ഡിഗ്രി, ഓപ്ഷൻ ഡി റൈറ്റ് ആംഗിൾ. നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ നോക്കിയതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 90 ഡിഗ്രി.
ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ഈസ് എൻ ആംഗിൾ ഓപ്ഷൻ എ ഗ്രേറ്റർ ദെൻ 90 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ഈസ് സെഡ് ടു ബി വെൽ കണ്ടീഷൻ ഇഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് നോട്ട് മോർ ദെൻ ഓപ്ഷൻ എ 190 ഡിഗ്രി, ഓപ്ഷൻ ബി 120 ഡിഗ്രി, ഓപ്ഷൻ സി 30 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി. ഒരു ട്രയാങ്കിൾ വെൽ കണ്ടീഷൻഡ് ആണെങ്കിൽ അതിലുള്ള ആംഗിൾസ് എത്ര ഡിഗ്രിനേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർത്ത് വെക്കുക, എ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ദ ആംഗിൾ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. ഒരു വെൽ കണ്ടീഷൻ ട്രയാങ്കിളിൽ അതിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലുള്ള ഒരു ആംഗിൾ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഓർത്ത് വെക്കുക, 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ നോട്ട് മോർ ദൻ ആണ്, അതുപോലെ തന്നെ നോട്ട് ലെസ് ദനും ചോദിക്കാറുണ്ട്, ഇൻ ബിറ്റ്വീനിൽ എന്നുള്ള വാല്യൂവും ചോദിക്കാറുണ്ട്. സോ PSCയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഓർത്ത് വെക്കുക, എ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ദ ആംഗിൾ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. But the triangle is said to be well conditioned if its angle is not more than option B 120 degree. Fourth question, the area of right-angled triangle having base 10 cm and height 5 cm. ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ 250 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 75 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 25 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഞാൻ പറഞ്ഞു എന്താണ് അതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. സോ അതിൻ്റെ ബേസ് ഇതാണ്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ബി എന്ന് പറയുമ്പോൾ ബേസ്, എച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റ്. നമുക്കിതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Find the area of the triangular plot of land whose sides are 9 meter, 12 meter and 15 meter in length. ചോദിച്ചിട്ടുള്ളത് ഒരു ട്രയാങ്കുലർ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടെത്താനാണ്. സോ അതിൻ്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 9 മീറ്റർ, 12 മീറ്റർ ആൻഡ് 15 മീറ്റേഴ്സ് ആണ്. അപ്പം നമുക്ക് ഇത് ചെയ്യാനായിട്ട് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് വെൻ ഓൾ സൈഡ്സ് ആർ ഗിവൺ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിക്കുക, ഈ ഇക്വേഷൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഓക്കെ, അതിൽ എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. ഓക്കെ, എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി. എ ബി സി എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിൾസ് ആണ്. ഓക്കെ, സൈഡ് ഓഫ് ട്രയാങ്കിൾസിനെയാണ് ദ സൈഡ് ഓഫ് ട്രയാങ്കിൾസിനെയാണ് നമ്മൾ എ ബി സി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പം സെമി പെരിമീറ്റർ എസ് ഈക്വൽ ടു അതിൻ്റെ സെമി ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് സെമി പെരിമീറ്റർ കിട്ടും. സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്രയാങ്കുലർ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സെമി പെരിമീറ്റർ. സോ 3 സൈഡ്സ് 9 പ്ലസ് 12 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. അപ്പോൾ സെമി പെരിമീറ്ററിൻ്റെ വാല്യൂ 18 കിട്ടി. സോ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വാല്യൂസ് കൊടുക്കുക, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അല്ലെ നമ്മൾ വാല്യൂസ് കൊടുത്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 54 മീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 54 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ 3 ഇക്വേഷൻസും പഠിക്കുക. ഏരിയ ഓഫ് ദ ട്രയാങ്കിളും പെരിമീറ്റർ ആൻഡ് സെമി പെരിമീറ്റർ 3 സൈഡ്സും തന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ഇക്വേഷനാണിത്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. The area of a equilateral triangle so base 10 centimeter.
ചോദിച്ചിട്ടുള്ളത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ 43.3 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 100 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 433 സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 50 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇക്വലേറ്ററൽ ട്രയാങ്കിൾസിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ √3/4 ആണ്. അതായത് √3/4ന്റെ വാല്യൂ 0.433 അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും പഠിക്കുക. ഈ രണ്ട് ഇക്വേഷൻസും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഏരിയ ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും അതിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസും പഠിക്കാം. സോ എ എന്ന് പറയുന്നത് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ 3 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ്. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് ബേസ് ആണ്. അപ്പം 3 സൈഡും ഈക്വൽ ആകുമ്പോൾ എന്തായിരിക്കും? 3 സൈഡും 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഏരിയ കാണാനുള്ള ഇക്വേഷൻ 0.433 ഇൻറ്റു 10 സ്ക്വയർ. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ എ 43.3 centimeter square. Next question, if the area of the circle is 154 centimeter square, then the perimeter is. അപ്പം സർക്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 154 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കാണാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 44 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 54 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 125 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 49 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെയാണ് ഏരിയ ഓഫ് ദ സർക്കിൾ കാണാനുള്ള ഇക്വേഷൻ π/4d² ആണ്. ഡി എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് നമുക്ക് റേഡിയസ് ആണ് തന്നിട്ടുള്ളെങ്കിൽ πr² എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാം. സോ ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ദെൻ ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ 2πr ആണ്. ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്. സോ πr² ഈസ് ഈക്വൽ ടു 154. അതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. ആർ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. ഓക്കെ, πr² 154ന് ഈക്വൽ ആയി കൊടുക്കുക ആൻഡ് ആറിൻ്റെ വാല്യൂ 7 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ വാല്യൂ 7 കൊടുക്കുക. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ 43.96 ആണ്, അപ്രോക്സിമേറ്റ്ലി 44 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇഫ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് 154 സെൻറ്റിമീറ്റർ സ്ക്വയർ, then the perimeter is option A 44 centimeter. If the radius of the half circle is r, then the perimeter is. Okay, ഒരു ഹാഫ് സർക്കിളിൻ്റെ റേഡിയസ് r ആണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2πr ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഹാഫ് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ എന്തായിരിക്കും? അതിൻ്റെ /2 ചെയ്താൽ മതി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ πr എന്ന് കിട്ടും. സോ ഇഫ് ദ റേഡിയസ് ഓഫ് ദ ഹാഫ് സർക്കിൾ ഈസ് r, then the perimeter is option A πr. If the perimeter of the circle is 50 centimeter, then the area will be. Okay, perimeter of the circle തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 199.04 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 154 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 125 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 99 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ നമുക്കറിയാം ചെയ്യാനുള്ള ഇക്വേഷൻ 2πr ആണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് 2πr എത്രയാണെന്നാണ് 50 സെൻറ്റിമീറ്റർ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും, 7.96 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പം ഏരിയ ഓഫ് ദ സർക്കിൾ πr² ആണ്. നമുക്കിപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടിയാൽ അത് ആ വാല്യൂ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 199.04 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. ഇങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. സോ ഏരിയ പെരിമീറ്റർ തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, പി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ് ആൻഡ് ഡിവൈഡഡ് ബൈ 4 into π. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. പി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. സോ പി നമുക്ക് തന്നിട്ടുണ്ട് 50. സോ 50 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π. നമുക്ക് പൈക്ക് 22/7 എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 199.04 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതിലങ്ങ് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ 2 സ്റ്റെപ്സ് ചെയ്യണ്ടേ. അപ്പം നമുക്ക് പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π എന്നുള്ള ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയി തോന്നുന്നത് ആ മെത്തേഡിൽ ചെയ്യാം. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 199.04 സെന്റിമീറ്റർ സ്ക്വയർ. Find the perimeter of a square plot if its area is equivalent to the area of rectangular plot of dimension 90 meter length and 40 meter width. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ഒരു സ്ക്വയർ പ്ലോട്ടും ഒരു റെക്ടാങ്കുലർ പ്ലോട്ടും ഉണ്ട്. സ്ക്വയർ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ആൻഡ് റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഡയമെൻഷൻസും തന്നിട്ടുണ്ട്, 90 മീറ്റർ ലെങ്തും 40 മീറ്റർ വിഡ്ത്തുമാണ്. എങ്കിൽ സ്ക്വയർ പ്ലോട്ടിന്റെ പെരിമീറ്റർ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തന്നിട്ടുള്ളത് ഒരു റെക്ടാങ്കുലർ പ്ലോട്ടാണ്, അതിന്റെ ഡയമെൻഷൻ 90 മീറ്റർ ലെങ്തും 40 മീറ്റർ വിഡ്ത്തുമാണ്. അപ്പം റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പം 90 × 40 ചെയ്യുമ്പോൾ നമുക്ക് 3600 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ടിന് ഈക്വൽ ആണ്. സോ ഏരിയ ഓഫ് ദ സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ സൈഡ് സ്ക്വയർ ആണ്. സോ അതായത് എ എന്ന് പറയുന്നത് 1 സൈഡ് ഓഫ് ദി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3600. അപ്പം എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3600. അപ്പം നമ്മുടെ 1 സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് 60 മീറ്റർ ആണെന്ന് കിട്ടും. അപ്പൊ അടുത്ത് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയറിന്റെ ഇക്വേഷൻ 4 × a ആണ്, അതായത് 4 × സൈഡ്. സോ 4 × നമ്മൾ സൈഡ് കണ്ടുപിടിച്ചു, എത്രയാണ് 60 മീറ്റർ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 240 മീറ്റർ ആണ്. അപ്പം ഇതിൽ ഓർക്കേണ്ടത് ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ഓഫ് ദ സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ a സ്ക്വയർ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ കാണാനുള്ള ഇക്വേഷൻ 4 × a. അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിളും കൂടെ ഓർത്ത് വെക്കുക, 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ ഈ 4 ഇക്വേഷൻസും ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 240 മീറ്റർ.